ഹായ് നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രത്തിലാണ്. അപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വഴിയും സംഭവമൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഈ ബസ്സിലൊക്കെ വരുന്നവർ ഇവിടെ ഇങ്ങനെ നമ്മൾ വരുന്ന ഈ ഒരു വഴിയിൽ ബസ് ഇറങ്ങിയിട്ടാണ് ഇങ്ങനെ നടന്നു പോകുന്നത്. വണ്ടി അങ്ങോട്ട് വിടൂല, പതുക്കെ വെച്ച് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട്. ഇപ്പം കാണിച്ചു തരാം. കണ്ടില്ലേ, ഈ വഴിയിൽ അങ്ങ് എത്തുന്നവരെ രണ്ട് സൈഡിലും കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എല്ലായിടത്തും നല്ല തിരക്കാണ്. ഇപ്പം ചെറിയൊരു മഴക്കോളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് അധികം വെയിലില്ല. കണ്ടില്ലേ, പിന്നെ സൈഡിലൊക്കെ ഒരുപാട് കടകളുണ്ട്. ഒരുപാട് രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഈ പാത്രക്കടകളും പുറത്ത് ഈ തുണിക്കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അതേ കണക്ക് തന്നെ അത്ര ആൾക്കാർ തിരിച്ചു പൊയ്ക്കൊണ്ടും ഇരിക്കുന്നു. ഇവിടെ കണ്ടില്ലേ കുടംപുളിയൊക്കെ ഇരിക്കുന്നുണ്ട്. കുടംപുളി നമ്മളിങ്ങനെ ഇവിടെ വരുമ്പോൾ കണ്ടില്ലേ, ഇവിടെ ശ്രീരാമൻ്റെ ഒരു ചെറിയൊരു പ്രതിമയുണ്ട്. കണ്ടില്ലേ, അപ്പം ഈ പരശുരാമൻ നിൽക്കുന്നതിന് ഫ്രണ്ടിലായിട്ടാണ് നമ്മുടെ ക്ഷേത്രം വരുന്നത്. കണ്ടില്ലേ, ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജ സ്വാമി ക്ഷേത്രം. ഇവിടെ ഇങ്ങനെ നാരങ്ങയുള്ള കടകളൊക്കെ ഉണ്ട്. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ കൈനോട്ടവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം നമുക്ക് ക്ഷേത്രത്തിലോട്ട് കയറാം. ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട്. ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നിടത്തൊക്കെ ആയിട്ട് നാഗരാജാവിൻ്റെ ശില്പങ്ങളുണ്ടാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ശില്പങ്ങൾ ഇവിടെ നാഗരാജാവിൻ്റെ പാട്ടും പുള്ളോർ പാട്ടൊക്കെ പാടിക്കാനായിട്ട് ആൾക്കാർ ഇപ്പോൾ ഉണ്ട്. കണ്ടില്ലേ, ഇവിടെയാണ് നമ്മുടെ റെസിപ്റ്റും കാര്യങ്ങളൊക്കെ എഴുതുന്ന പൂജയ്ക്കൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ വഴിപാട് വിവരങ്ങളൊക്കെ എഴുതി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇന്നിപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഈ ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ കണ്ടില്ലേ, നാഗരാജാവിൻ്റെ ശില്പങ്ങളൊക്കെ ഇങ്ങനെ നല്ലതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. പാറയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, വഴിപാട് കൗണ്ടറിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ദർശനം വരുന്നത്. കണ്ടോ, കണ്ടില്ലേ, ഈ ഒരു ഭാഗത്താണ് പ്രസാദം കൊടുക്കുന്നത്. നമ്മളപ്പുറത്ത് വഴിപാട് നടത്താനായിട്ട് രസീത് അമ്പലത്തിൻ്റെ അവിടെ കൊടുക്കും. ഇവിടെ ഇങ്ങനെ പേര് വിളിച്ച് കൊടുക്കും. ഈ പൂജയും വഴിപാടുകളൊക്കെ എഴുതുമ്പം കണ്ടില്ലേ, ഇവിടെ നിന്നാണ് നമ്മളത് വാങ്ങുന്നത് പ്രസാദം. ഇതാണ് അഷ്ടനാഗത്തറ. ക്ഷേത്രത്തിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ നിലവറയിലോട്ട് പോകുന്നത്. ഇവിടെ ഇങ്ങനെ ഈ ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിലുമുണ്ട് നാഗങ്ങളുടെ ശില്പം. ഇവിടെ കുറേ പേരിങ്ങനെ വെറ്റിയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. വെറ്റയും പാക്കുമൊക്കെ വെച്ചിട്ട് കണ്ടില്ലേ, വെറ്റയും പാക്കുമൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ടോ. അങ്ങോട്ടാണ് നിലവറയിലോട്ട് പോകുന്നത്. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ നിലവറ സ്ഥിതി ചെയ്യുന്നത് ആ ഒരു ഭാഗത്താണ്. അപ്പം അതെന്ന് പറയുന്നത് നമ്മുടെ ക്ഷേത്രത്തിൽ നിന്ന് ഇങ്ങനെ ബാക്ക് സൈഡ് ഇറങ്ങി വന്ന് റൈറ്റിലോട്ട് തിരിയുമ്പോഴാണ് ഈ ഒരു ഭാഗം. ഇവിടെ കണ്ടില്ലേ നാഗങ്ങളുടെ ശില്പങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയ കല്ലിൽ കൊത്തിയ. ഇവിടെ നമ്മൾ എവിടെ നോക്കിയാലും ഇത് കണക്ക് ചെയ്തു വെച്ചിരിക്കുന്നതാണ്. ഇപ്പം ഒരു മരത്തിൻ്റെ മൂട്ടിൽ നോക്കിയാലും അല്ലെങ്കിൽ ഒരു മതിലിൻ്റെ മുകളിൽ നോക്കിയാലും എല്ലാം ഇങ്ങനെ ഓരോ രൂപങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നത് കാണാം. ഇതാണ് നിലവറയുടെ ഫ്രണ്ട് വശം. ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ വന്ന ആൾക്കാർ ഇരിക്കുന്നുണ്ട്.
നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ശ്രീമൂലസ്ഥാനം എന്നാണ് പറയുന്നത്. നമ്മളിപ്പം മണ്ണാറശാല പോകുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മൂലസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഈ വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇത് കണക്ക് മതിലിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ നാഗരാജാവിൻ്റെ ശില്പങ്ങളും എല്ലായിടത്തും കാണാം. ഒരു പ്രത്യേക വൈബാണ്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. അതുകൂടെ നമുക്കൊന്ന് കേൾക്കാം. ബാ. അവിടെ ഇപ്പം എന്തൊക്കെയോ പൂജകളായി. അപ്പം ഇവിടുത്തെ ദർശന സമയം എന്ന് പറയുന്നത് രാവിലെ 5 മണി തൊട്ട് 12 മണി വരെയാണ്. 12 11 വരെയാണ് സാധാരണ ദിവസങ്ങൾ. അല്ലാതെ ഞായറാഴ്ച ആകുമ്പം 1 മണി വരെ ഉണ്ട്. 1 മണി വരെ. ഇപ്പം 12:30 ആയി. 1 മണി വരെ നമുക്ക് ഞായറാഴ്ച ദിവസം ദർശനമുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം 5 മണി തൊട്ടേ ഉള്ളൂ. നമ്മൾ വന്നപ്പോൾ ഇവിടെയാണ് ചെരുപ്പ് ഊരിയിട്ടത്. ഒരുപാട് ചെരുപ്പുണ്ട്, അതുകൊണ്ട് ചെരുപ്പൊന്നും മാറിപ്പോവാതെ സൂക്ഷിക്കണം. നമ്മുടെ ചെരുപ്പ് കിട്ടി. കണ്ടില്ലേ, ഈ മരത്തിൻ്റെ മൂട്ടിൽ ഒരുപാട് നാഗദൈവങ്ങളുടെ രൂപങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം അറിയാം, ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജസ്വാമി ടെമ്പിൾ. അപ്പം ഇവിടെ ഒരു കഥയുണ്ട്. നമ്മൾ വരുന്ന വഴിക്ക് പരശുരാമൻ്റെ ഒരു പ്രതിമ പോലെ കണ്ടായിരുന്നല്ലോ. പരശുരാമൻ മണ്ണ് വെട്ടിക്കൂട്ടി അവിടെ ഒരു നമ്മുടെ നാഗരാജാവായ അനന്തനെ അവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം. അനന്തൻ എന്ന് പറയുന്നത് നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ കൂടെയുള്ള സർപ്പമുണ്ടല്ലോ, അതാണ് അനന്തൻ. അപ്പം ആ നാഗദൈവത്തെ ഇവിടെ പ്രതിഷ്ഠിച്ചത് നമ്മുടെ പരശുരാമനാണെന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ പേരിലാണ് ഇതിൻ്റെ കറക്റ്റ് നേരെയായിട്ട് നമ്മുടെ പരശുരാമൻ്റെ ഒരു പ്രതിമ വരുന്നത്. അതിപ്പോഴും വെച്ച് ചെയ്യണമെന്ന് തോന്നുന്നു. ഞാൻ ഇന്നാളൊക്കെ വന്നപ്പോൾ അത് കണ്ടിട്ടില്ലായിരുന്നു. ചുറ്റും ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്കിങ്ങനെ കാണാനായിട്ട്. ഈ പോകുന്ന വഴിക്കെല്ലാം ചെറുതായിട്ട് ഇങ്ങനെ നാഗദൈവങ്ങളുടെ രൂപങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് തൊഴുതിറങ്ങി ആദിമൂലം ശ്രീ വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി ഇനി തിരിച്ചു പോവുകയാണ്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ആ പോകുന്ന വഴിയും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരാം. ക്ഷേത്രത്തിന് ഫ്രണ്ടിലൂടെയുള്ള ഈ വഴി കുറച്ച് അങ്ങോട്ട് നടക്കുമ്പോൾ നമുക്ക് ബസ് കിട്ടും. ബസ് കിട്ടി കായംകുളത്ത് പോയി ദൂരെയുള്ളവർക്കൊക്കെ ഈ കായംകുളത്ത് ട്രെയിനിലോ ബസ്സിലോ വന്ന് കായംകുളത്ത് ഇറങ്ങി അവിടെ നിന്ന് ഇങ്ങോട്ട് ബസ്സിൽ വരാം. അപ്പം ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഐസ്ക്രീം കടയുണ്ട്. അപ്പം എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ബ്ലൂബെറി ഫാനാണിത്. കണ്ടില്ലേ, ബ്ലൂബെറിയുടെ ഐസ്ക്രീം. ഒരുപാട് പേരുണ്ടല്ലേ ഐസ്ക്രീം വാങ്ങിച്ച് കുടിച്ചിട്ട്. പക്ഷെ ഇന്ന് അധികം വെയിലില്ല കേട്ടോ. ഇത് ചെറിയ മഴക്കോളുള്ള ഒരു അന്തരീക്ഷമാണ്. മഴ പെയ്താൽ പണി പാളും, നനയും. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടന്നാൽ നമ്മുടെ പരശുരാമൻ്റെ പ്രതിമയുള്ള സ്ഥലം കുറച്ച് അപ്പുറത്തോട്ടായിട്ട് കാണാം. ഇവിടെ കുലുക്കി സർവത്തൊക്കെ ഉണ്ട് കേട്ടോ, നാരങ്ങ. നമ്മൾ തിരിച്ചു പോകാൻ സമയമായപ്പോൾ അതാ വീണ്ടും പരശുരാമൻ്റെ ആ പ്രതിമയുടെ അടുത്തെത്തി. ഇവിടെ കാണിക്ക, കർപ്പൂരം, വിളക്കുവെപ്പ് തുടങ്ങിയ ആരാധനകൾ പാടില്ല. അത് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ പരശുരാമൻ നിൽക്കുന്നുണ്ട. ഇവിടെ കണ്ടില്ലേ, അങ്ങോട്ട് ബസ് സ്റ്റോപ്പിലോട്ട് നടന്നു പോകുന്ന വഴിക്ക് അവിടെ എന്തോ ആയുർവേദ മരുന്ന് കച്ചവടങ്ങളൊക്കെ നടക്കുവാണ്. അതിൻ്റെ അനൗൺസ്മെൻ്റാണ് നമ്മളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത്. അങ്ങനെ ആകെ 108 മർമ്മങ്ങളാണ്. ഒരു വലിയ മലക്കറി കടയുണ്ട് കേട്ടോ, പച്ചക്കറി കട, വലിയ കട. വെട്ടുമലക്കറിയാണ്, കണ്ടില്ലേ. വാങ്ങിച്ചൊരു കിറ്റ് നിറച്ചുണ്ട്, ആൾക്കാരൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ടോ. ഉണ്ടല്ലേ. $100 പ്ലേറ്റ് വാങ്ങിച്ചോണ്ട് പോകണണ്ട. കൊള്ളാമല്ലേ, നല്ല മോഡല്.
നമ്മളെയൊക്കെ കുട്ടിക്കാലത്തൊരു സ്ലേറ്റ് ഉണ്ടായിരുന്നു, ഈ ആപ്പിൾ കണക്കൊക്കെ മോഡലിലിരിക്കുന്ന. അപ്പോൾ അത് ഈ സ്ലേറ്റ് കണ്ടപ്പോൾ എനിക്കത് ഓർമ്മ വന്നു. ബജി കഴിക്കാൻ വേണ്ടി കയറി. ബജി എവിടെ കണ്ടാലും കയറിക്കോളും. കോളിഫ്ലവർ ബജി. അങ്ങനെ ഈ തൈലം പ്രായഭേദമന്യേ ബജിയും കൊണ്ട് നമ്മൾ ബജിയും കഴിച്ചുകൊണ്ട് ബസ് സ്റ്റോപ്പിലോട്ട് അങ്ങോട്ട് നടക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ വന്നത് ബൈക്കിനാണ്. നിങ്ങൾക്ക് വരുമ്പോൾ ബസ്സിലൊക്കെ വരണമെങ്കിൽ കായംകുളത്ത് ഇറങ്ങി ബസ് പിടിച്ച് ഇങ്ങോട്ട് വരാൻ പറ്റും. തൈലത്തിന്റെ പരസ്യമാണ്. സൈക്കിളിൽ നിന്നൊന്ന് വീണ് സ്നേഹിതന്മാർ തമ്മിൽ കളിച്ചപ്പോൾ അവന്റെ കൈകൊണ്ട് ആറാമാലി, താമരവളയം, അസ്ഥി ചുരുക്ക്, ദക്ഷിണകൾ തുടങ്ങിയ മർമ്മസ്ഥലങ്ങളിൽ ഒരു തട്ടുകിട്ടിയാൽ പലരും പറയും സാരമില്ലായിരുന്നു. പക്ഷെ അങ്ങനെ തട്ടുമുട്ടിക്ക് കിട്ടിയാൽ വഴിയുള്ള കേട്ടോ ഇങ്ങനെ നടന്ന് പോകാനായിട്ട് അങ്ങ് വരെ. ഇവിടെ നിന്നൊരു 150 മീറ്ററേ ഉള്ളൂ കേട്ടോ. കൂടിപ്പോയാൽ മൊത്തത്തിൽ ഒരു 200 മീറ്റർ 300 മീറ്റർ വരും അമ്പലം വരെ. ബജിയും കഴിച്ചുകൊണ്ട് നമ്മൾ ബസ് സ്റ്റോപ്പിലോട്ട് പോകുന്നു. ഇതാണ് നമ്മുടെ ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വശം. കണ്ടില്ലേ, ഇത് കായംകുളത്തുനിന്ന് വരുന്ന വഴിയാണ്. കായംകുളത്തുനിന്ന് ഇങ്ങനെ വന്ന് നമ്മൾ താമരക്കുളത്തോട്ട് പോകുന്ന റോഡാണിത്. കണ്ടില്ലേ, അപ്പോൾ നമ്മൾ കായംകുളത്തുനിന്ന് ബസ്സിൽ വന്ന് ഇവിടെ ഇറങ്ങി ഇവിടെ നിന്ന് നടന്ന് ജസ്റ്റ് ഒരു 200-300 മീറ്റർ അങ്ങോട്ട് അകത്തോട്ട് നടന്നാൽ മതി ക്ഷേത്രത്തെ. നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് ഇങ്ങനെ നടന്ന് ബസ് സ്റ്റോപ്പിലോട്ട് പോകുന്ന വഴിക്ക് ചുറ്റും വയലുകളാണ്. കണ്ടില്ലേ, അപ്പോൾ ഈ വയലിൻ്റെ കരയിലായിട്ടാണ് ഈ ഒരു ക്ഷേത്രവും ഈ കടകളും ഇതെല്ലാം വരുന്നത്. നല്ലൊരു പാടശേഖരം ഉള്ളൊരു സ്ഥലമാണ്. സത്യം പറഞ്ഞാൽ ഈവനിങ്ങിലൊക്കെ ആണെങ്കിൽ വന്ന് വൈബടിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. അടിപൊളി. അവിടെ എന്തോ ആ ഏരിയയിൽ പൂക്കളൊക്കെ നിൽക്കുന്നുണ്ട്. ആമ്പലല്ല, വേറെന്തോ ഒരു ചെറിയ പൂ. ഈ ഒരു പാടശേഖരത്തിൻ്റെ സൈഡിലൊക്കെ കുറേ പേരിങ്ങനെ വണ്ടി വെച്ചിട്ട് നടന്നൊക്കെ പോയിട്ടുണ്ട്. നമ്മളും ബൈക്കിലാണ് വന്നത്. നമ്മുടെ വണ്ടി ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു യാത്ര ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിലിംഗ് കിടിലം ഒരു വെട്ടിക്കോട്ടത്തെ ഒരു വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. വേറൊരു വീഡിയോ എന്ന് വെച്ചാൽ ഇവിടുത്തെ പൂജയും കാര്യങ്ങളും അപ്പോൾ അതിൻ്റെ സംഭവങ്ങളൊക്കെ ഈ ബാക്കിയുള്ളവർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു വീഡിയോ ഈ ക്ഷേത്രത്തിനെ പറ്റി ഒരു ഡോക്യുമെൻ്ററി ടൈപ്പായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാ വീഡിയോയും നിങ്ങൾ കാണാം. നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി വീഡിയോകൾ ഇടുന്നുണ്ട്. അപ്പം ഒരേ മോഡലിലെ വീഡിയോ അല്ല, പല കാറ്റഗറീസ്, ഇപ്പം ഫുഡ് വ്ളോഗ് അങ്ങനെ എല്ലാം വരുന്നുണ്ട്. അപ്പം എല്ലാം കാണണം, സപ്പോർട്ട് ചെയ്യണം. ഏതായാലും ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇറ്റ്സ് മീ സുഹേഷ് സുമാരൻ, സൈനിങ് ഓഫ്.